അളയാ എന്തേ ഒന്നുമില്ല. അങ്ങോട്ട് നടക്കണുണ്ട്. ഇല്ല, ചുമ്മാ ഞാനൊന്ന് ഒരു എക്സസൈസിന് വേണ്ടി നടന്നാ. ലച്ച് ലച്ച് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പൊളിച്ചില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാൻ കേട്ടായിരുന്നു. പക്ഷേ നിനക്ക് തോന്നിയായിരിക്കും. സിദ്ധു എടാ, ഓ ഓടണ അവള് വന്നു. എവള് നീ കേട്ടില്ലേ? എന്തോന്ന്? എടാ, സിദ്ധു വിളിച്ച് കേട്ടില്ല? ആര് സിദ്ധു വിളിച്ച്? എന്തലയാ? എന്തോ അറിയത്തില്ലടാ, എന്തോ പോലെ. ലച്ചുവിന്റെ ശബ്ദം ഞാൻ കേട്ടറാ. അതെപ്പോ നോക്കിയാലും ചേച്ചി ആലോചിച്ചോണ്ടിരിക്കണോണ്ടാണ്. ആയിരിക്കുവോ? പിന്നെ പിന്നെ അങ്ങനെയല്ലേ. ജ്യൂസ്. താങ്ക്സ്. ജ്യൂസ്. എനിക്ക് വേണ്ട, എനിക്ക് കുഴപ്പമില്ല. என்னப்பா உன்னோட முகம் எல்லாம் ஒரு மாதிரியா இருக்கு. ഇല്ല, ഒന്നുമില്ല. ജ്യൂസ് എട്. ആന്റി, അളയെ ലച്ചേച്ചിയെ കുറിച്ച് ആലോചിച്ചിരിക്കുക. മിസ് ചെയ്യാലിച്ചുവ. എന്നിട്ടാണല്ലോ ലച്ചു വിളിക്കുന്ന പറഞ്ഞ അങ്ങോട്ട് ഓടിയത്. അല്ലടാ, ഞാൻ അവളെ സൗണ്ട് കേട്ടു. എന്താന്നറിയില്ല. എന്നാലും ശബ്ദം കേട്ടോ. பாவண்டா, ரொம்ப மிஸ் செய்யறோம். സിദ്ധുവേ, എന്താ ഇങ്ങനെ? അപ്പൊ എങ്ങനെയാ? ഞാൻ പറഞ്ഞേക്കെ മനസ്സിലായി? ചേട്ടൻ പറഞ്ഞ ചേട്ടൻ അങ്ങ് ചെയ്താ മതി. കല്ലു, ഞാൻ ചില പിടിക്കില്ല. ഒരു ഐസ്ക്രീം മേടിച്ചെന്ന തിന്നു. അങ്ങനെയാണെങ്കിൽ മാമൻ പറയുമ്പോൾ ചെയ്യണം. പക്ഷെ ഞാൻ അച്ഛനെ പറ്റിക്കില്ല. നമ്മൾ അച്ഛനെ പറ്റിക്കല്ല, നമ്മള് ഒരു തമാശക്ക് ഒരു കളി കളിക്കുകയാണ്. എന്ത് കളി? ഒരു വോയിസ് ട്രാപ്പിംഗ്. ഒന്നും പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. ഞാൻ പറയണല്ലോ അങ്ങ് ചെയ്താൽ മതി. മകളെ, ഇപ്പൊ നീ നിന്റെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുക, അല്ലെങ്കിൽ അടുത്തോട്ട് ചെല്ലുക. ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോ എവിടുന്നേലും ഒക്കെ നമ്മുടെ ലച്ചു ചേച്ചിയുടെ സൗണ്ട് കേൾക്കും. നിങ്ങള് അത് കേൾക്കാത്ത പോലെ അങ്ങ് ഇരുന്നാ മതി. എവിടുന്ന് കേൾക്കും? അതൊക്കെ ഞാൻ കേൾപ്പിച്ചോളാം. നിങ്ങൾ പക്ഷെ അത് കേൾക്കരുത്, മൈൻഡ് പോലും ചെയ്യരുത്. കേട്ടല്ലേ? ഓക്കെ അല്ലേ? ഇല്ല മേടിച്ചാലേ വലിയത് മേടിച്ചാലേ. സിലോപ്പിയുടെ അത്ര ഉള്ളൂ മേടിച്ചാലാ. ചെല്ലണം, ആ പടം ഒരു സിലോപ്പിയുടെ അത്ര ഉള്ളു. സിലോപ്പിയുടെ അത്ര ഉള്ള ഐസ്ക്രീം വേണം പോലെ. ഓക്കെ, പൊളിക്കായിരുന്നു ആദ്യം.